إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 9-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഉള്ളൂർ നബിയെ താങ്കൾ നോക്കൂ. കൈഫ എങ്ങനെയാണ് ലറബൂലക താങ്കൾക്ക് വിശദീകരിക്കുന്നത് വിവരിക്കുന്നത് അൽ അംസാൻ ഉപമകൾ. എത്രയെത്ര ഒരുപാട് ഉപമകൾ താങ്കൾക്ക് അവർ വിശദീകരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ എങ്ങനെയുള്ള ഉപമകളാണ് താങ്കൾക്ക് അവർ വിശദീകരിച്ചത് എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നത്. നോക്കൂ നിങ്ങൾ എന്തൊക്കെ ഉപമകളാണ് ഈ മുന്നായത്തിൽ അവർ വിശദീകരിച്ചത് നോക്കൂ നിങ്ങൾ. മാലിഹാദ റസൂൽ, ഇതെന്തൊരു റസൂലാണ്. ആ ഭക്ഷണം കഴിക്കുന്നു. വയംശീ ഫിൽ അസ്വാഖ്, ആ അങ്ങാടിയിൽ കൂടി നടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ കൂടെയാണെങ്കിൽ ഒരു തക്കീതുകാരനായി മലക്ക് ഇറക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ വലിയ കൻസ് നിധി ഇറക്കപ്പെടുന്നില്ല, നിക്ഷേപം ഇറക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല അദ്ദേഹത്തിന് യഥേഷ്ടം ഭക്ഷിക്കാനുള്ള തോട്ടം ഇറക്കപ്പെടുന്നില്ല. എന്നൊക്കെയും ഒരുപാട് ഉപമകൾ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മക്കത്തെ മുശ്രിക്കുകൾ ആ ഉപമകളൊക്കെയും പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ കുറിച്ചാണുള്ള വിശദീകരിക്കുന്നത്. കൈഫ ലറബൂലകൽ അംസാൽ, നബിയെ താങ്കൾക്ക് ഏത് രൂപത്തിലാണ് ഇങ്ങനെയാണ് അവർ ഉപമകൾ പറയുന്നത് വിശദീകരിക്കുന്നത് എന്ന് നോക്കൂ. ഫളല്ലു, അവന്നാൽ അവർ വഴിപഴച്ചിരിക്കുകയാണ്. ഫലാ യസ്തതിഊന, സാധ്യമാകുകയില്ല. സബീൽ, എന്നൊരു മാർഗവും അവർക്ക് സാധ്യമാകില്ല എന്ന് പറഞ്ഞാൽ സന്മാർഗം അവർക്ക് സാധ്യമാകില്ല, സന്മാർഗം പ്രാപിക്കാൻ അവർക്ക് സാധ്യമാകില്ല. കാരണം ഇത്തരം ശിർക്കിലും കുഫറിലും അവിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും അതിന് കഴിയില്ല. അവിടെ ആ മനസ്സ് അത് പാകപ്പെട്ട് വരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് താഴ്മയോടുകൂടി കീഴ്വണക്കത്തോടുകൂടി അള്ളാഹുവിനും റസൂലിനും അനുസരണയോടുകൂടി അവിടെ മനസ്സ് കീഴൊതുങ്ങിക്കൊണ്ട് പാകപ്പെട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അവർക്ക് സന്മാർഗം തൗഹീദ് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. അല്ലാത്തിടത്തോളം കാലം നല്ലൊരു സന്മാർഗം, നേരായ മാർഗം അവർക്ക് സാധ്യമേ ആകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതും അല്ലാഹുവിന്റെ ഒരു കാരുണ്യം മാത്രമാകുന്നു. അല്ലാഹു ആരെയും ദൂരത്താക്കുകയല്ല, ചേർത്തുപിടിക്കുകയാണ് അവന്റെ അടിമകളെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.